ഹായ് ഓൾ, വെൽക്കം ടു പ്രപ്പോയ്സ് യു ജി പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. CVT PG 2024 ഡേറ്റ്സ് ഒക്കെ തന്നെ ഔട്ട് ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മാർച്ച് 11 തൊട്ട് 28 വരെയാണ്. പോരാത്തതിന് ആപ്ലിക്കേഷൻ പോർട്ടലും ഡിസംബർ 26 ഓപ്പൺ ആയിട്ടുണ്ട്. ജനുവരി 24 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പരീക്ഷയുടെ ബാക്കി കാര്യങ്ങൾ അഥവാ സ്കെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ, പരീക്ഷ എത്ര റൗണ്ട് ആയിട്ടാണ് അല്ലെങ്കിൽ എത്ര സ്ലോട്ട്സിലായിട്ടാണ് നടത്തുന്നത്, അതിനോടൊപ്പം തന്നെ ഈ സ്ലോട്ട്സിന്റെ ടൈമിംഗ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പരീക്ഷ സീരിയസ് ആയിട്ട് എടുത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ PG പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഷോർട്ട് വീഡിയോ ആണ്. കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലും അറിയിക്കുക. അതിനോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമയാസമയം കൃത്യമായി തന്നെ ലൈവിന്റെ ഒക്കെ തന്നെ ഭാഗമാവുന്നതിനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, പരീക്ഷ എന്നൊക്കെ ഉണ്ടാവുമെന്നുള്ള കാര്യം ഇവര് 2022 CVT PGയിലൊക്കെ ചെയ്യുമായിരുന്നു. സെപ്റ്റംബർ 5 തൊട്ട് സെപ്റ്റംബർ 15 വരെ ഇന്ന ദിവസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ എന്നൊക്കെ ഉള്ളത് അവർ പറയുമായിരുന്നു. പക്ഷെ 2024 ആയപ്പോഴേക്ക് 2023ലും ഉണ്ടായിട്ടില്ല. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്നുള്ളത് പരീക്ഷയുടെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് വരിക. NTA വെബ്സൈറ്റിലായിട്ട് വരും. Exact date, shift, subject and city of examination will be made available to the candidate on their admit card. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ വിവരങ്ങളിൽ ഒരു കൃത്യത ഉണ്ടാവുക. 11 തൊട്ട് 28 വരെയുള്ള ഏത് തീയതികളിലായിട്ട് നിങ്ങളുടെ പരീക്ഷ വരാമെന്ന് ചുരുക്കം. ഇനി മോഡ് ഓഫ് എക്സാമിനേഷൻ CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഷിഫ്റ്റ് 3 ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2 ആൻഡ് ഷിഫ്റ്റ് 3. മൂന്നിന്റെ ടൈമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമിന്റെ ടൈമിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. റിപ്പോർട്ടിംഗ് ടൈം വേറെയാണ്. എക്സാമിന്റെ ടൈം 9 AM to 10:45 AM ആണ് മോർണിംഗ് ഷിഫ്റ്റ്. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് 12:45 PM to 2:30 PM ആണ്. ഇതാണ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്. ഫോർനൂൺ ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും 4:30 to 6:15 അല്ലെ ഈവനിങ് ഷിഫ്റ്റ് എന്നും പറയാം. 4:30 to 6:15 എന്നുള്ളതാണ് ഈവനിങ് ഷിഫ്റ്റ്. ഇങ്ങനെയാണ് ഈ ഷിഫ്റ്റ് ക്രമീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സാംസ് 3ആയി തിരിച്ചിട്ടുള്ളത്. ഈ 3 സ്ലോട്ടിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം വരാം. അങ്ങനെ ഇന്ന സ്ലോട്ടിലേ വരൂ എന്നുള്ള കാര്യമൊന്നും തന്നെ ഇല്ല. ഇനി എക്സാമിന്റെ ഡ്യൂറേഷൻ 105 മിനിറ്റ് ഗിവൺ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ സ്ക്രൈബ് എല്ലാം വെച്ച് പരീക്ഷ എഴുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മണിക്കൂറിനും 20 മിനിറ്റ് എക്സ്ട്രാ തരുന്നതായിരിക്കും. ഓക്കെ, ഒരു മണിക്കൂറിന് 20 എന്ന് പറയുമ്പോൾ ഏകദേശം 35 മിനിറ്റ് ആണ് 1.25 മണിക്കൂറിന് നിങ്ങൾക്ക് ലഭിക്കുക. സോ ഈ 35 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ടോട്ടൽ എക്സാം ടൈം 2.20 hours ആവും. ഏകദേശം 2.5 മണിക്കൂർ സമയം, 2 മണിക്കൂർ 20 മിനിറ്റ് ആണ് എക്സാം എഴുതുന്നതിനായിട്ട് ലഭിക്കുക. ഇനി എക്സാം ഹോളിലേക്കുള്ള എൻട്രി, റിപ്പോർട്ടിംഗ് ടൈം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. എൻട്രി ഇൻ ദി എക്സാമിനേഷൻ സെന്റർ, ഹോൾ, റൂം, ഫ്രിസ്കിംഗ്, ബയോമെട്രിക് രജിസ്ട്രേഷൻ, റെക്കോർഡ് ഓഫ് മാനുവൽ അറ്റൻഡൻസ് ബൈ ഇൻവിജിലേറ്റർ, document verification, cross checking of admit card, signature and photo match to be completed by invigilator etc. instructions by the invigilator. അപ്പൊ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാം കൂടെ നോക്കിയാൽ 10 മിനിറ്റ് കൊണ്ട് കഴിയുന്ന പരിപാടിയാണ്. ഫ്രിസ്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഉപയോഗിച്ചിട്ടല്ല, നമ്മുടെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെയുള്ള ഫ്രിസ്കിംഗ് ആണ്. അപ്പൊ അത് പെട്ടെന്ന് കഴിയും. ഇനി കയറി കഴിയുമ്പോൾ നമ്മൾ ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കും, നമ്മുടെ ഫേസിന്റെ ഒരു ഫോട്ടോ എടുക്കും. അതുപോലെ ഒരു തമ്പും പൊതുവെ എടുക്കാറുണ്ട്. തമ്പ് ചിലപ്പം ചില എക്സാമുകൾക്ക് എടുക്കും, ചില എക്സാമുകൾക്ക് എടുക്കാറില്ല. എങ്ങനെയാണെങ്കിലും ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ അകത്തോട്ട് കൊണ്ടുപോകും. അകത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരു ഷീറ്റുമായി വന്നിട്ട് അവിടെ നിങ്ങളുടെ ഒരു എക്സ്ട്രാ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് എക്സാം ഹോളിലേക്ക്. ആ ഫോട്ടോഗ്രാഫ് അവിടെ പേസ്റ്റ് ചെയ്യും, അതിന്റെ സൈഡിൽ നിങ്ങൾ ഒപ്പുവിടും. ഇതിനൊക്കെ കൂടെ പറയുന്ന സമയമാണ് ഇവർ പറയുന്ന 7 തൊട്ട് 8:30 വരെ വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല, നിങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പ്, ഇപ്പൊ എക്സാം തുടങ്ങുന്നത് 9 മണിക്കാണെങ്കിൽ നിങ്ങൾ ഒരു 8 മണിക്ക് അല്ലെങ്കിൽ ഒരു 8:15 അവിടെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂർ മുമ്പെങ്കിലും എത്തണം എന്നുള്ളതേ പറയുന്നുള്ളൂ. ഇനി 12:45 പരീക്ഷയ്ക്ക് നിങ്ങൾ 12 മണിക്ക് എത്തിയാൽ മതി. 4:30 പരീക്ഷയ്ക്ക് നിങ്ങൾ 3:45 എത്തിയാൽ മതി. അതിലൊന്നും വലിയ കുഴപ്പമില്ല. പല ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കുക. അതല്ലാതെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈം കണക്കാക്കി പോയാൽ മതിയാവും. അത്രയും നേരത്തെ 1 മണിക്കൂർ 1.25 മണിക്കൂർ നേരത്തൊന്നും പോയി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി CBT എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തരും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണെന്നൊക്കെ ഏകദേശം മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് ഒഴികെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കൃത്യമായുള്ള ഇൻസ്ട്രക്ഷൻസ് അവര് 8:50 9 മണിയുടെ പരീക്ഷയ്ക്ക് 8:50 10 മിനിറ്റ് സമയം നമുക്ക് വായിക്കുന്നതിനായിട്ട് തരും. അതുപോലെ തന്നെ എല്ലാ സ്ലോട്ടിലും 10 മിനിറ്റ് സമയം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കുന്നതിനായിട്ട്. ആദ്യമായി CBT എഴുതുന്നവരൊക്കെ ആണെങ്കിൽ ആ CBT എന്താണെന്നും അതിൽ നമുക്കുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ആൻസർ എപ്പോൾ വേണേലും മാറ്റാം. ഈ പറഞ്ഞിരിക്കുന്ന 1.25 മണിക്കൂറിനിടയിൽ ആദ്യ മിനിറ്റിൽ നമ്മൾ ആൻസർ ചെയ്ത ഉത്തരം നമുക്ക് വേണമെങ്കിൽ 105 മിനിറ്റിൽ
ആ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് മാറ്റി സേവ് ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് 75ാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ ഒരു സെക്കൻഡ് സമയം തികച്ചു വേണ്ട, കാരണം കേഴ്സറിലാണ്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്വസ്റ്റ്യൻ പാലറ്റ് ഉണ്ടാവും, 1 2 3 4 നമ്പർ ഇട്ടിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അങ്ങനെ 1 75ലേക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 75ലേക്ക് എത്തി. ഇനി ഇതിൽ തന്നെ ആൻസർ ചെയ്യുന്ന ചോദ്യങ്ങളുടെ നിറം മാറും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ആൻസർ ചെയ്തു, ഏതൊക്കെ നമ്മൾ കണ്ടിട്ടും ആൻസർ ചെയ്യാതെ പോയി, നമ്മൾ ഇനിയും വിസിറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇനി ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കണം തോന്നുന്നു നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒരു നിറം കൊടുക്കാം. ഇനി കുറച്ചുകൂടെ സമയം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഇപ്പൊ ഞാൻ ആൻസർ എഴുതുന്നില്ല, കാരണം ആൻസർ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് പരീക്ഷ ക്ലോസ് ആയി കഴിഞ്ഞാൽ എന്താവും, ആ ആൻസർ കൗണ്ട് ചെയ്യും. അപ്പൊ ഒന്ന് നോക്കണം, എനിക്ക് ഉത്തരം കിട്ടും, പക്ഷെ ഞാനിപ്പോ ആൻസർ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത 4-5 കളറിലാക്കി വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കയറിയിട്ട് ആൻസർ ആദ്യം ഒരു കളർ ഉണ്ടാവും, ഒരു വെള്ള കളർ ആയിരിക്കും, പൊതുവെ ഒരു ക്രീം കളർ, ക്രീം അല്ല ആക്ച്വലി ഒരു ആഷ് കളർ, പൊതുവെ കളറൊക്കെ അവർക്ക് മാറ്റാൻ കേട്ടോ, ഞാൻ ജസ്റ്റ് പറയുകയാണ്. നിങ്ങൾ ഒരു ചോദ്യം വിസിറ്റ് ചെയ്യാത്തടത്ത് അങ്ങനെ ഒരു കളർ ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചെന്നിട്ട് കണ്ട് ആൻസർ ചെയ്യാതെ പോകുന്ന സാഹചര്യത്തിൽ പൊതുവെ ഒരു റെഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കൈൻഡ് ഓഫ് കളറിലേക്കാണ് അത് പോവുക. നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് പച്ചയാവും. ഓക്കെ, ആൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സേവ് ചെയ്യണം, ഏത് ആൻസർ ചെയ്താലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ചയാവും. ഇനി അതിന്റെ ഒപ്പം തന്നെ വയലറ്റ് കളർ ആവും. ഏത് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാനുണ്ട്, ഒരു 75% നിങ്ങൾ ഉറപ്പാണ്, പക്ഷെ ഇനി 25 കൂടെ ഒന്ന് ഉറപ്പിക്കാനുണ്ട്. അത് ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയലറ്റില് 2 പച്ച ഡോട്ടാണ് പൊതുവെ വരാറ്. ചിലപ്പോൾ അതൊക്കെ മാറ്റാം കേട്ടോ, അവർക്ക് ഞാൻ എഴുതുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അവർക്ക് മാറ്റാം എപ്പോൾ വേണമെങ്കിലും. വയലറ്റിൽ ഇങ്ങനെ ഒരു പച്ച ഡോട്ട് പോലെല്ലാം വരും. ആ ഒരു ചോദ്യങ്ങളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ ആണെങ്കിൽ ആ ചോദ്യങ്ങൾ പരീക്ഷ എൻഡ് ആയി കഴിഞ്ഞാൽ ഉത്തരങ്ങളായിട്ട് പരിഗണിക്കും. ഇനി വെറും മാർക്ക് ഫോർ റിവ്യൂ ഉണ്ട്, ആൻസേർഡ് ഇല്ല. മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞുള്ള പരിപാടി ഉണ്ട്. ഈ മാർക്ക് ഫോർ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു 50% നിങ്ങൾക്ക് അറിയാം, പക്ഷെ സമയം എടുക്കും ഉത്തരം കിട്ടുന്നതിനായിട്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഉത്തരം എഴുതി സേവ് ചെയ്യില്ല, പകരം നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഈ ഒരു കളർ മാറ്റം കാണുമ്പോൾ, വയലറ്റ് കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എനിക്ക് പോയിട്ട് ഉത്തരം എഴുതാനുണ്ട്. അപ്പൊ അങ്ങനെ വളരെ സുഖത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്വഭാവമുള്ള പരീക്ഷയാണ് CBT. ആകെയുള്ള ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പല പരീക്ഷകൾക്കും ലാസ്റ്റ് ഒരു 10-15 സെക്കൻഡ്സ് നമുക്ക് അധികം കിട്ടും. ആസ് ഇൻ പേപ്പർ വാങ്ങാൻ ആൾ വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കുറിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുത്തി കുറിക്കുന്ന ആ ഒരു പോയിന്റ് എല്ലാം വെച്ചിട്ട്, ആ ഒരു മാർക്ക് എല്ലാം വെച്ചിട്ട് എക്സാം കയറി കൂടുന്നവരും ഉണ്ടാവും. പക്ഷെ അത് ഇതിൽ പോസിബിൾ ആയിരിക്കില്ല. കറക്റ്റ് ആ ടൈം ആവുമ്പോൾ എക്സാം ക്ലോസ് ആവും. പക്ഷെ മറ്റൊരുപാട് അഡ്വാൻറ്റേജുകൾ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറഞ്ഞ സെക്കൻഡ്സ് നമുക്ക് മറക്കാം. ഇത് എന്തുകൊണ്ടും നമ്മുടെ ഒരു OMR ടെസ്റ്റ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും നമുക്ക് വളരെ സമാധാനത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് CBT. ഈ ടെസ്റ്റ് തുടങ്ങുന്ന 9 മണിക്ക്, ക്ലോസ് ആവുന്ന 10:45, രാവിലത്തെ ഷിഫ്റ്റ്, ഉച്ചക്കത്തെ ഷിഫ്റ്റ് 12:45, 2:30, വൈകുന്നേരത്തെ ഷിഫ്റ്റ് 4:30, 6:15. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ള. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് സ്റ്റേ ട്യൂൺ ടു പ്രൊപ്പൈസ് UG+. ഇനി ഈ 19ഓളം വരുന്ന CUT PGയിലെ വ്യത്യസ്ത കോഴ്സുകൾ, അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളായിക്കോട്ടെ, എല്ലാവിധ സപ്പോർട്ടും UG+ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അക്കാഡമിക് കൗൺസിലിന്റെ നമ്പർ കൊടുത്തിട്ട് വിളിക്കുക, സംസാരിക്കുക. അപ്ഡേറ്റ്സ് ഒക്കെ സമയാസമയം ലഭിക്കുന്നതിനായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ഭാഗമാവുക. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം.